ഇടുക്കി മൂന്നാറിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ എംഎൽഎയുടെയും സബ് കളക്ടറുടെയും നേതൃത്വത്തിലെടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാതെ നീളുന്നു. വിവിധ വകുപ്പുകൾക്ക് അനുവദിച്ച സമയപരിധി കഴിഞ്ഞിട്ടും ഒരു തീരുമാനവും പ്രാവർത്തികമായില്ലെന്ന വിമർശനമാണ് ശക്തമാകുന്നത്. മൂന്നാറിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞ ജൂൺ 10 ദേവികുളം RDO ഓഫീസിൽ ചേർന്ന ഉന്നതതല യോഗം 14 നിർണായക തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത്. ഈ തീരുമാനങ്ങൾ ജൂൺ 15 മുതൽ 30 വരെ ഘട്ടം ഘട്ടമായി നടപ്പാക്കാനായിരുന്നു MLA F. രാജിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ തീരുമാനം. ദേവികുളം MLA, സബ് കളക്ടർ, തഹസിൽദാർ, മൂന്നാർ, ദേവികുളം, മറയൂർ പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാർ, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, വനം വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത വിഭാഗം ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് രണ്ടാം ഘട്ടമായി ജൂൺ 19 മൂന്നാർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിവിധ വ്യാപാരി സംഘടനകൾ, ഓട്ടോ ടാക്സി യൂണിയനുകൾ, ട്രേഡ് യൂണിയൻ നേതാക്കൾ, വിവിധ സംഘടനകൾ, മൂന്നാർ പഞ്ചായത്ത് തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിലും തീരുമാനങ്ങൾ വിശദീകരിച്ച് നടപ്പാക്കാൻ അനുമതി തേടിയിരുന്നു. എന്നാൽ വിവിധ വകുപ്പുകൾക്ക് അനുവദിച്ച സമയപരിധി കഴിഞ്ഞിട്ടും യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങളിൽ ഒന്നുപോലും പൂർണ്ണമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ആക്ഷേപം. ജൂൺ മാസം 30-ക്കകം ട്രാഫിക് സംവിധാനം ഒരുക്കണമെന്നും മൂന്നാറിൽ NHലും PWDയിലും പഞ്ചായത്ത് വക സ്ഥലങ്ങളിലെല്ലാം ഇരിക്കുന്ന അനധികൃത പെട്ടിക്കടകൾ ഒഴിവാക്കണമെന്നും ഒക്കെ തീരുമാനിച്ചിരുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട DYSP അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ മൂന്നാറിലെ രാഷ്ട്രീയക്കാരെയും ബഹുജന സംഘടന ആളുകളെയും വ്യാപാരി സംഘടനാ പ്രതിനിധികളെയും ട്രേഡ് യൂണിയൻ പ്രതിനിധികളെയും എല്ലാം വിളിച്ചുകൂട്ടി ആ തീരുമാനം വിശദീകരിക്കുകയും അതിന് അന്ന് അവിടെ എല്ലാവരുടെയും അംഗീകാരം അതിന് കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഇതുവരെ യാതൊരു പ്രവർത്തനവും അതിൻ്റെ ഭാഗമായി മൂന്നാറിൽ നടന്നിട്ടില്ല. ഇത്തവണയും തീരുമാനങ്ങൾ കടലാസിൽ ഒതുങ്ങിയെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും വിമർശനം. മൂന്നാറിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ ട്രാഫിക് ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി. എന്നാൽ ആ പ്രഖ്യാപനങ്ങളെല്ലാം വെറും പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.